Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. കാലടി യൂണിവേഴ്സിറ്റി കനാൽ ബണ്ട് റോഡിന്റെ ബാക്കി ഭാഗം ടൈൽ വിരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതേ തുടർന്ന് 2 ആഴ്ചക്കാലത്തേക്ക് റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അറിയിച്ചു. കാലടി യൂണിവേഴ്സിറ്റി കനാൽ ബണ്ട് റോഡിന്റെ പകുതി ഭാഗത്താണ് ടൈൽ വിരിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതി പ്രകാരം 24 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. യൂണിവേഴ്സിറ്റി കനാൽ ബണ്ട് റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. നമ്മൾ ഈ റോഡ് കാലങ്ങളായിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ പുനരുദ്ധരിക്കാൻ പല ശ്രമങ്ങളും മാറി വന്ന ഭരണസമിതിയുടെ കാലത്ത് ചെയ്തു. 2010-15 ഈ റോഡൊന്ന് കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പ്രശ്നമായി. അതിനുശേഷം ഈ റോഡ് ഇപ്പോൾ കട്ട വിരിക്കാനായിട്ട് ആരംഭിച്ച ഈ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യ ഭാഗം MLA ഫണ്ടിൽ നിന്നും പൈസ ഉപയോഗിച്ച് കട്ട വിരിക്കൽ പൂർത്തിയാക്കി. രണ്ടാം ഭാഗം ഇപ്പോൾ 24 ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തെ 23-24 വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് 24 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. നമുക്കറിയാം, വീതി കൂടുതലുള്ള റോഡാണ്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ആക്ഷേപം അവിടെ ഇവിടെയൊക്കെ കേട്ടു. പക്ഷേ MLA ഫണ്ട് നമുക്ക് മറ്റ് കെട്ടിടങ്ങൾ പണിയാനോ മറ്റു വലിയ വലിയ പ്രവൃത്തികൾക്കോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് അങ്ങോട്ട് മാറ്റി പഞ്ചായത്തിൻ്റെ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇതിലേക്ക് വകയിരുത്തിയത്. റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് ആയുർവേദ ആശുപത്രി പണിയാനോ അല്ലെങ്കിൽ ഒരു കനാലിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പുതിയ വർക്ക് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡിൽ ഉൾപ്പെടുത്തി 24 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഈ റോഡ് പൂർത്തിയാക്കുക. ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഇതിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയില്ല എന്നും 2 ആഴ്ച കാലത്തേക്ക് റോഡിൽ ഗതാഗത തടസ്സമുണ്ടാകുമെന്നും കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അറിയിച്ചു. MLA ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 2.5 കോടി രൂപ കാലടി പഞ്ചായത്തിൽ ഈ വർഷം നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ആയുഷ് കോംപ്ലക്സിന് വേണ്ടി ഏതാണ്ട് 1 കോടിയോളം രൂപ 99 ലക്ഷം രൂപയാണ് MLA ഈ വർഷം നമുക്ക് അനുവദിക്കാൻ ASന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, മറ്റൊരു വില്ലേജ് ഓഫീസിന് സമീപമുള്ള റോഡ് അവിടെ റൗണ്ട് അബൌട്ട് വെക്കാനായിട്ട് ക്രോസ് കട്ട് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.25 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ മറ്റ് പല പദ്ധതികൾക്കും MLA ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് ചെയ്യാവുന്ന റോഡ് നവീകരണ പദ്ധതിയാണ് ഇപ്പോൾ നടക്കുക. അത് അധികം വൈകാണ്ട് വളരെ വേഗത്തിൽ മാക്സിമം 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് പൂർത്തിയാക്കി ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഭരണസമിതി. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നു.